ഹായ്, ഞാൻ ദീപ. അപ്പോൾ ന്യൂ ഇയറിന് ഞാൻ ഗോൾ സെറ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ജേർണൽസും ബുക്സിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സും അത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് ജേർണലിംഗ് ആണ്. ജേർണലിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓവർ ദി ഇയേഴ്സ് ജേർണൽ ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പലരും പല രീതിയിലാണ് ജേർണലിംഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. ഞാൻ എല്ലാ വർഷവും ഒരു പുതിയ ഡയറി വാങ്ങിക്കും. ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പം നോട്ട്ബുക്സ് ആയിരിക്കും. അപ്പം ഞാൻ ഇത്തവണ പോയിട്ട് പ്രീമിയറിൽ പോയിട്ട് ഒരു ഡയറി വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് ആണ് ഞാൻ ജേർണലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഡേറ്റ് ഇട്ടിട്ടൊന്നുമല്ല ഞാൻ ജേർണലിംഗ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ഡയറിയാണ് കേട്ടോ. കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ ഡയറി. പക്ഷെ സൺഡേസും കാണും ഇതിനകത്ത്. പക്ഷെ ഡേറ്റ് ഇട്ട് എഴുതാനൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാനിപ്പോൾ ഡേറ്റ് ഇട്ടൊന്നും അല്ല എഴുതി പോകുന്നത്. ഇങ്ങനെ തോന്നിയ പാടെയാണ് എഴുതി പോകുന്നത്. അപ്പൊ ഇതിൽ ശരിക്കും എന്താണ് എഴുതുന്നത് എന്നുള്ളത് പറയാം. ഞാൻ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലായ്പ്പോഴും എഴുതാറില്ല. ചിലപ്പോൾ ഒരാഴ്ച ഫുൾ എനിക്ക് എഴുതാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ആഴ്ചകളാണെങ്കിൽ ഞാൻ എഴുതി വെക്കും. അപ്പൊ കൂടുതലും നമ്മുടെ സന്തോഷം എന്നുള്ളതിനേക്കാൾ സങ്കടകരമായ അല്ലെങ്കിൽ പ്രശ്ന കലുഷിതമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഡയറിയിൽ എഴുതുന്നത്. ഡയറി അല്ലെങ്കിൽ ഈ ജേർണലിൽ ഞാൻ എഴുതുന്നത്. അപ്പൊ അങ്ങനെ എഴുതി 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 നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം ലേണിങ്സ് ആണ് കൂടുതലും നമുക്ക് എഴുതുന്നത്. മിക്കവാറും ഓരോരോ സംഭവങ്ങൾ എഴുതും. സംഭവങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താണ് നമ്മൾ ഇനി എടുത്തേക്കുന്ന ഡിസിഷൻ. ഞാൻ ഇതിനകത്ത് പലയിടത്തും ഡിസിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇനി ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ അധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് ഇട്ടിട്ടല്ല എഴുതുന്നത്. നമുക്ക് എന്താണോ തോന്നുന്നത്. ചിലപ്പം ഇപ്പം ജാനുവരി 10-ാം തീയതി നടന്ന കാര്യം ചിലപ്പോൾ 15-ാം തീയതി ആയിരിക്കും എഴുതുന്നത്. എല്ലാം കൂടെ ആലോചിച്ച് ഓർത്തൊക്കെ എഴുതുന്നത്. പക്ഷെ അത് എഴുതി വെക്കണം. കാരണം അതൊരു ലേണിംഗ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. കൂടുതലും സന്തോഷകരമായ കാര്യങ്ങൾ അങ്ങനെയൊന്നും എഴുതി വെക്കാറില്ല കേട്ടോ. എഴുതി അങ്ങനെ പോകും എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന എപ്പോഴും എനിക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരിടേണ്ടി വന്ന അവസ്ഥകൾ, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, അപ്പൊ ഇനി എന്താണ് അതിൽ നിന്നൊരു ലേണിംഗ് എന്താണ്, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. പിന്നെ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓരോ ഐഡിയാസ് വരും. ഓക്കെ, ഇപ്പൊ ഞാൻ പോകുന്ന ഒരു രീതി ശരിയല്ല, എങ്ങനെ പോയി കഴിഞ്ഞാൽ ലൈഫ് ശരിയാവത്തില്ല, അപ്പൊ എനിക്ക് ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ആഗ്രഹങ്ങളൊക്കെ വരത്തില്ല. അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ചെറിയൊരു ഔട്ട്ലൈൻ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇന്ന സമയത്തിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് നമ്മൾ എഴുതി വെക്കും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ആ ആഗ്രഹങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതും സെയിം ഒരു ഡയറിയാണ്, സാധാ ഒരു ഡയറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു, വളരെ സിമ്പിൾ ഡയറി. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇപ്പം ഒരാഴ്ചത്തെ ഒരു പ്ലാൻ ഉണ്ട്. എനിക്കിപ്പം ഞാൻ അതിനകത്ത് എഴുതിയ കുറെ അധികം ഡിസിഷൻസ് ആണെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണെങ്കിലും ഇതിനകത്ത് അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് എന്റെ ഗോൾ ഇതാണ്, പിന്നെ ഇന്ന ഡേറ്റിനകത്ത് ഈ സംഭവം തീർക്കണം, അപ്പൊ ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ടു ഡു ലിസ്റ്റ് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് അങ്ങോട്ട് എഴുതി വെക്കും. അതൊരു കാര്യം. അതായത് എന്തെങ്കിലും പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾ എഴുതും. പിന്നെ വന്നിട്ട് മാസാമാസം ഞാൻ തൊട്ട് മുന്നത്തെ ഗോൾസിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മാസാമാസം നമ്മൾ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ റിവ്യൂ ഉണ്ടല്ലോ. അത് ഇന്നടുത്ത് ഇന്ന എക്സ്പെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് കുറച്ച് പേജസിനകത്ത് കുറെ അധികം ഡിസിഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓരോരോ സമയത്തും. ഇതും ഒരു ഡേറ്റ് ഇട്ടിട്ടല്ല, ജസ്റ്റ് 2024 ഡയറി ആണേ ഉള്ളൂ. ഡേറ്റ് ഇട്ടിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റിവ്യൂവും കാര്യങ്ങളും ഇതിനകത്ത് പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ റിവ്യൂ. പിന്നെ വരുന്നത് നമ്മൾ പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അതായത് കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ ഒരു 3-4 ദിവസം എടുത്തൊക്കെ നമ്മളിപ്പം യൂട്യൂബ് നോക്കിയിട്ടായാലും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് എടുത്തിട്ടായാലും കുറെ അധികം കാര്യങ്ങൾ, ഇപ്പം പുതിയതായിട്ടൊരു ഡ്രസ്സിന്റെ കട്ടിങ് പഠിക്കുവാണ്, അല്ലെങ്കിൽ പുതിയൊരു, ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ബിസിനസ് ബസ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഒരു ആമസോൺ സെല്ലർ കോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ പകുതി വഴിക്ക് പഠിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ അതും നമ്മൾ ഇതിനകത്താണ് ആമസോൺ വഴി സെല് ചെയ്യുന്നതിന്റെ ഒരു കോഴ്സ് കേട്ടോ. നല്ല കോഴ്സാണ്. അപ്പൊ ഞാനത് പകുതിയോളം കണ്ടു. പിന്നെ GSTയുടെ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റക്കായി നിന്നു. അപ്പം അങ്ങനത്തെ കോഴ്സുകളൊക്കെ പഠിക്കത്തില്ലേ, അതും ഞാൻ ഇതിനകത്ത് തന്നെയാണ്. അതായത് ഈ വർഷം പഠിച്ചതല്ല, ഇതിനകത്ത് തന്നെ വരണം എന്നുള്ള രീതിയിൽ ഈ ഒരു ബുക്ക് എടുത്ത് നമ്മൾ അതിൽ ആ കാര്യങ്ങൾ, അപ്പം നമ്മുടെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ പ്ലാൻ, പിന്നെ റിവ്യൂസ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ ഒരു ഡയറിയിലാണ്, സെപ്പറേറ്റ് ഒരു ഡയറിയിലാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ജേർണലിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് ഐഡിയാസും ഡിസിഷൻസും ഒക്കെ ഇതിലെടുത്ത് അതിലെ ഐഡിയാസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയറി യൂസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ റിവ്യൂസ്, പിന്നെ ഗോൾസ് ഒക്കെ ഇലാബറേറ്റ് ചെയ്യുന്നതാവട്ടെ, പിന്നെന്തുവാ റിവ്യൂസ്, പിന്നെ
പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ അധികം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഗോൾസ് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇലാബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം പണ്ടൊക്കെ ഞാനൊരു 3 മാസത്തെ ടൈം ഫ്രെയിം ഒക്കെ വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പം 1-2 ആഴ്ചത്തെ ടൈം ഫ്രെയിമിലുള്ള കാര്യങ്ങളാണ് ഞാൻ, അതായത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വീക്ക്ലി ടാസ്ക് ആയിട്ട് അങ്ങ് മാറ്റും. അങ്ങനെ വീക്ക്ലി ടാസ്ക് ആയിട്ട് മാറ്റി കഴിയുമ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഞാൻ ഈ ഒരു ഡയറി ഇതൊരു ഡയറി അല്ല, ഇതൊരു വീക്ക്ലി പ്ലാനറാണ്, വീക്ക്ലി പ്ലാനറെ. അപ്പം ഇത് ഞാൻ ഓൾറെഡി ഞാൻ മറ്റേ ഈ ക്രിസ്മസിന് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഡെക്കറേഷനും കാര്യങ്ങളും എന്താണ് അറേഞ്ച്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്ലാനർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്ലാനറിൽ വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു 2 വീക്സിലേക്കുള്ള കാര്യങ്ങൾ എഴുതും. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു സാധനം. ഇത് ആമസോൺ വഴി വാങ്ങിച്ചതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ വീക്ക്ലി ഗോൾസ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഴുതിയിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പൊ അത് ഞാൻ മറ്റേ അന്ന് ചെയ്തത് കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ എനിക്ക് കാണിക്കാൻ ഒരു മടി, വളരെ അത് പിന്നെയും കാണിക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ എനിക്ക് കാണിക്കാനായിട്ട് താല്പര്യമില്ല. ഇത് ഞാൻ ആ ഫസ്റ്റ് ചെയ്ത ഒരു പ്ലാനിങ് ആണ്, കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ അത് എഴുതുന്നത്. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇത്രയുള്ള കാര്യം. അപ്പം ഇതൊക്കെ നമുക്ക് വീക്ക്ലി ഒരു പ്ലാൻ ഉണ്ട് അല്ലെ. അതിപ്പോ മൺഡേ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ ട്യൂസ്ഡേ ആയിരിക്കും ചെയ്യുന്നത്, ട്യൂസ്ഡേ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ നേരത്തെ ചെയ്തെന്ന് വരും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ എന്താ നമ്മുടെ ഡെയിലി ജേണൽ അല്ലെങ്കിൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ, ഡെയിലി ജേണൽ. ഇത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്, ഒത്തിരി പഴയൊരു സാധനമാണ്. ഫൈൻഡ് യുവർ റേഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയുമായി നമ്മൾ എഴുതി. അപ്പൊ അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് ഓരോന്നും ഓരോ ഡേറ്റ് ഇട്ട ഒരു ദിവസത്തെ കാര്യമാണ് ഇത് കേട്ടോ. ഇത്രയേ ഉള്ളൂ കണ്ടോ. അപ്പൊ അങ്ങനെ അങ്ങ് പോകുന്നൊരു സംഭവമാണ് ഡെയിലി ഇത്. അപ്പൊ അതുപോലെ ഒന്നും ആയിരിക്കില്ല നമ്മൾ എഴുതുന്നത്. ഇതിൽ ടോപ്പ് പ്രയോറിറ്റീസ്, ഇപ്പൊ ഇന്നത്തെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് 2 വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ടോപ്പ് പ്രയോറിറ്റി. പിന്നെ വർക്ക് സെക്ഷനിൽ വരുവാണെങ്കിൽ എനിക്ക് നാളത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനുണ്ട്, അതുണ്ട്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് വർക്ക് സെക്ഷനിൽ വരുന്നതാണ്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം വരുവാണെങ്കിൽ എനിക്ക് ലോണ്ട്രി ചെയ്യാനുണ്ട്, എന്റെ ലോണ്ട്രി ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ അല്ലാണ്ട് കുറച്ച് ബെഡ്ഷീറ്റ്സ് ലോണ്ട്രി ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഗ്രോസറീസ് ഓർഡർ ചെയ്യണം, അത് വെജിറ്റബിൾ ഓർഡർ ചെയ്യണം. അപ്പൊ അത് പിന്നെ ആനിക്കുട്ടിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രിന്റ് എടുത്ത് കൊടുക്കണം, അതൊന്ന്. പിന്നെ വൈകിട്ട് 2 ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോകണം, കാരണം ഇന്നിപ്പോൾ അവധിയാണ്. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്, മകരപ്പൊങ്കൽ, അതിന്റെ അവധിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇന്ന് വൈകിട്ട് പുറത്തോട്ട് പോകണമെന്നുണ്ട്. ഒന്നെങ്കിൽ പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ 2 ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോകണം, കുറെ നാളായി. അപ്പം ഇത്രയാണ് നമുക്കൊരു, അല്ലാതെ ഈ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ എഴുതാറില്ല. ഇതിനകത്ത് ടോപ്പ് പ്രയോറിറ്റീസിനകത്ത് എന്താണ് ഇന്നത്തെ പ്രയോറിറ്റി വീഡിയോ ഷൂട്ട് ചെയ്യാം, ബാക്കി ഒരു വർക്കും ചെയ്തില്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി പേഴ്സണൽ അത് ഇത് ഒക്കെ. അപ്പൊ അത്രയും എഴുതാനായിട്ട് നമുക്ക് ഇത്രയും പോർഷൻ മതിയല്ലോ, ഇത്രയും മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ടോപ്പ് പ്രയോറിറ്റീസ് ഞാൻ പറഞ്ഞു, 2 വീഡിയോ ഷൂട്ട് ചെയ്യണം. വർക്ക് റിലേറ്റഡ് ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ. പേഴ്സണൽ ആയിട്ടുള്ളതിൽ ഇന്നിപ്പം അവിയലും ബീട്രൂട്ട് തോരനുമാണ് വെക്കേണ്ടത് എങ്കിൽ അതും എഴുതും ഞാൻ. മനസ്സിലായില്ല? ഇതെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ എന്താണ് സന്തോഷത്തിന്റെ ആധാരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും പറയാനായിട്ട്. ഇങ്ങനെയാണ് ഒരു കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടുന് എന്തോ ഒരു വീഡിയോ, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ 2 പേപ്പർ ഇത് ഞാൻ എടുത്ത് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ലാമിനേറ്റ് ഇതുപോലെ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കും എന്ന് പറഞ്ഞില്ല. അതായത് ഇതൊക്കെ എനിക്ക് നീ ചെയ്ത് വർഷങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതെപ്പോഴും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ട് ഈ ഡയറിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ഓരോരോ പ്ലാൻസ്, ഓരോരോ ഗോൾസ്, ഓരോരോ ആഗ്രഹങ്ങളാണ്. യൂട്യൂബിൽ ഇന്നത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇഷാന കിഡ്സിന്റെ ഭാവി ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഇന്ന ഓൺലൈൻ ക്ലാസ്സസ് ഇനി ക്രിയേറ്റ് ചെയ്യണം. പോഡ്കാസ്റ്റ് ഒക്കെ ഞാൻ വൃത്തിയാട്ടോ, എനിക്ക് പറ്റുന്നില്ലെല്ലാം കൂടെ. അപ്പൊ അത്, പിന്നെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫാമിലി, ഫിനാൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ട്, പിന്നെ നമ്മൾ പഠിക്കേണ്ട, അപ്ഡേറ്റ് ചെയ്യേണ്ട, നിരന്തരമായിട്ട് നമ്മൾ മാസത്തിലൊന്നോ അല്ലെ 6 മാസം കൂടുമ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ള അങ്ങനത്തെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി നമ്മൾ ഈ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ എനിക്കില്ല, എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴെങ്കിലും കാണും എന്നുള്ളതാണ്
പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ജേർണലിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കിപ്പോ ഇത് ഇങ്ങനെ തുറന്ന് കാണിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്ന് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇനി ഞാൻ എൻ്റെ ഒരു ആരോ വിളിക്കുന്നല്ലോ, ഇനി ഞാൻ എൻ്റെ ഒരു 2 ബുക്കും കൂടെ ഞാൻ കാണിക്കാവേ. അതായത് ഇതൊരു ലെഡ്ജർ ബുക്കാണ്. നമുക്കിപ്പം ഈ ചില സ്റ്റേഷനറി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ലെഡ്ജർ ബുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സൈഡിൽ നമ്മൾ വരവ് ചെലവ് കണക്ക് എഴുതുമായിരുന്നു. പ്രത്യേകിച്ച് എന്റെ പൊട്ടിക്കലെ കാര്യം മാത്രമേ ഞാൻ എഴുതാറുള്ളായിരുന്നു. പേഴ്സണൽ ആയിട്ടുള്ള ചെലവുകളൊന്നും അങ്ങനെ എഴുതി വെക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാനും. എന്റെ വീട്ടിലെ ആൾക്കാരും ഒന്നും പേഴ്സണൽ ചെലവുകൾ അങ്ങനെ ഭയങ്കരമായിട്ട് എഴുതി വെക്കുന്ന, അതായത് 10 രൂപയ്ക്ക് വാഴയ്ക്കപ്പം മേടിച്ചു, മറ്റേ 50 രൂപയ്ക്ക് പാല് മേടിച്ചു, അങ്ങനെ ഒരു കണക്ക് എഴുതുന്ന ആൾക്കാരല്ല. എങ്കിലും നമുക്കെല്ലാം ഗൂഗിൾ പേ ത്രൂ ആയതുകൊണ്ട് ഒരു ട്രാക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് മാസം തിരിച്ച് ഇങ്ങനെ കണക്ക് എഴുതി വെക്കുന്ന ഒരു ബുക്കാണിത്. പിന്നീട് മറ്റേ സൈഡിൽ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ ഈ റോ മെറ്റീരിയൽസ് ഒത്തിരി വാങ്ങിച്ച് പൈസ കളയാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ചിലപ്പം ഒരു നല്ല വെള്ള അക്കോബ തുണി കാണുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അതിൽ തന്നെ ആ ടാഗ് കാണും, ചിലപ്പോൾ അതിൽ പകുതി യൂസ് ചെയ്തിട്ട് ബാക്കി അതിന് ടാഗ് കാണത്തില്ല. അപ്പൊ എന്തുവാണ്, പിന്നീട് ഒരാൾക്ക് ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് മറന്നു. അപ്പൊ അങ്ങനെ മറക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ഈ ചെറിയ മുത്ത്, തൊങ്ങൽ, അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ, ഇതെല്ലാം ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും അത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെക്കും. ഇതിന് ഇത്ര രൂപയായി, ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ്, മീറ്ററിന് ഇത്ര രൂപയായിരുന്നു. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ റിബണും കാര്യങ്ങളും ലേസുകളൊക്കെ ഉണ്ടല്ലോ, പിന്നീട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇതിനൊക്കെ റേറ്റ് എത്രയായിരുന്നു. മിക്കവാറും നമ്മൾ ബാസ്ക്കറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ലേസസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ എപ്പോഴും ഒരു ഊഹം ഇട്ടിട്ടൊക്കെയാണ് അവസാനം ചിലപ്പോൾ എനിക്ക് നഷ്ടമാവും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇപ്പൊ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ച ഇന്നത്, ചിലപ്പോൾ ഇതിന്റെ ഒരു ചെറിയ പോർഷൻ കണ്ടാൽ തന്നെ എനിക്കറിയാം ഇതാണ്. അപ്പം ആ ഒരു ദിവസത്തെ പർച്ചേസ് മൊത്തം ഇന്ന റേറ്റ് ആയി, ഇന്ന തുണിക്ക് ഇത്ര റേറ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് തുണിക്ക് ഇത്ര റേറ്റ് ആണെന്നൊക്കെ എഴുതി വെക്കും. ഇത് കാണിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ട്രാക്ക് ചെയ്യാറുണ്ടെന്ന് പറയായിരുന്നു. പണ്ട് ഞാൻ ഇടയ്ക്കൊരു ആപ്പിൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അതെന്തോ ഈസി ആയിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ്. പിന്നെ ഉള്ളത് വേറൊരു ലെഡ്ജർ ബുക്ക് തന്നെയാണ്. അപ്പൊ ഇതില് ഒരാളിപ്പം ഒരു ഡ്രസ്സ് കാണിച്ച് വെച്ച് എത്ര രൂപയാവും ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഒന്നേന്ന് കണക്ക് കൂട്ടും. അങ്ങനെ ഓരോരുത്തർക്കും കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ റേറ്റ് പറയാറുള്ളത്. ചിലർ ബഡ്ജറ്റ് പറയുമ്പോൾ ഞാൻ ബഡ്ജറ്റ് അനുസരിച്ച് ഒന്നും കൂടെ കണക്ക് കൂട്ടിയൊക്കെ നോക്കും. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുന്നത്, പിന്നെ അവർ ഓർഡർ തന്നു കഴിഞ്ഞാൽ ആ പൈസ സൈഡിൽ എഴുതി വെക്കും. അത് ഞാൻ മറ്റേതിലും എഴുതി വെക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു പ്രോജക്റ്റ് ആണല്ലോ, അപ്പൊ അതില് ഇന്നയാളുടെ റിക്വയർമെന്റ് ഇതായിരുന്നു, ഇന്ന കാര്യങ്ങളാണ്, അവർ സോഫ്റ്റ് ആയിട്ടുള്ള തുണി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു, ക്യാൻ നെറ്റ് വേണ്ട, അതൊക്കെ എഴുതി വെക്കും. അവർക്ക് തരുന്ന മെഷർമെന്റ് സൈഡിൽ എഴുതി വെക്കും, അവരുടെ പേര്, ഇന്ന ദിവസമാണ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞത്, അത്, പിന്നെ ഇതിന് എത്ര തുണിയായി, തുണിയുടെ റേറ്റ് എത്രയായി, ഇതിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസിന്റെ റേറ്റ് എത്രയായി, പിന്നെ ഫൈനൽ കാൽക്കുലേഷൻ ആവട്ടെ, മെഷർമെന്റ് ആവട്ടെ, അതെല്ലാം നമ്മളിങ്ങനെ ഓരോരോ സെക്ഷൻ ബൈ സെക്ഷൻ എഴുതി വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ബുക്ക്, ഇത് തീരാറായി. എല്ലാവരുടെയും മെഷർമെന്റ്സ്, മിക്കവരുടെയും മെഷർമെന്റ്സ് ഒക്കെ ഇതിനകത്ത് തന്നെ കാണും, പഴയ മെഷർമെന്റ്സ് ഒക്കെ കാണും. അപ്പം ഏജും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടൊന്ന് ഒരു 5 വയസ്സ് വരെയുടെ കാൽക്കുലേറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം മെഷർമെന്റ്സ് ഒക്കെ കാണും. അപ്പം അങ്ങനെ ഒരു ബുക്കും കൂടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഞാൻ കീപ്പ് ചെയ്യുന്ന ബുക്സും കാര്യങ്ങളും ഒക്കെ ഇതാണ്. 2 ഡയറി, പിന്നെ അതിന്റെ 2 പ്ലാനേഴ്സ്, പിന്നെ 2 ലെഡ്ജേഴ്സ്. ഇത്രയാണ് കാര്യങ്ങള്. പിന്നെ കാണിക്കുമ്പം ഒരെണ്ണം കൂടെ കാണിക്കാമല്ലോ. ഇതാണ് എന്റെ സ്ക്രിപ്റ്റ് ബുക്ക്. ഞാൻ ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോസും സ്ക്രിപ്റ്റഡ് ആണ്. ചിലപ്പം ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് എഴുതിയിട്ടുള്ള, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ബുക്കുകളായിരിക്കും. ഇത് തൊട്ട് മുന്നേ എഴുതിയ ഒരു വീഡിയോയുടെ ഒരു സ്ക്രിപ്റ്റ് ആണ്. കണ്ടോ? അപ്പൊ ഇത്രയൊക്കെ ലൈൻ ബൈ ലൈൻ എഴുതിയിട്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ ഇംപ്രൊവൈസ് ചെയ്തൊക്കെ പറയുമെങ്കിലും അതും ഒരു ബുക്കാണ്, ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം. വീഡിയോയുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കമന്റ് ചെയ്താലേ, അല്ലെങ്കിൽ ലൈക്ക് ചെയ്താലേ, ഷെയർ ചെയ്താലൊക്കെ ഇതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുള്ളൂ. ഇതിനൊക്കെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. നമുക്ക് ആ ഒരു മോട്ടിവേഷൻ വേണ്ടേ? അപ്പൊ ഒരു കമന്റെങ്കിലും ഇട്ടിട്ട് പോകും. വെറുതെ ഹായ് ഒന്നും ഇടില്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം ഇടണം കേട്ടോ. അപ്പൊ